നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ബി.ജെ.പിയുമായി ഇനിയും അകൽച്ച പാലിക്കുന്നത് നല്ലതല്ലെന്ന് വ്യക്തമാക്കി വാരാപ്പുഴ രൂപതയുടെ ലേഖനം. ബി.ജെ.പി ഇത്തവണ കേരളത്തിൽ അക്കൗണ്ട് തുറന്നേക്കുമെന്നും ഇനിയും പുറത്തു നിന്നാൽ നമ്മൾ അകത്ത് കയറാനാകാത്ത അവസ്ഥ വരുമെന്നും ലേഖനം വ്യക്തമാക്കുന്നു. വാരാപ്പുഴയുടെ അതിരൂപതയുടെ മുഖപത്രമായ ജീവദീപ്തിയിലാണ് രൂപതയുടെ PRO ആയ ഫാദർ സേവ്യർ കുടിയാംശേരി ബി.ജെ.പിയുമായി ക്രിസ്തീയ സഭകൾ സൗഹൃദത്തിലാകേണ്ട ആവശ്യകത തുറന്നു പറഞ്ഞിരിക്കുന്നത്. കരുണാകരന്റെ മകൾ പത്മജ, A.K. ആന്റണിയുടെ മകൻ അനിൽ ആന്റണി എന്നിവരെല്ലാം ബി.ജെ.പിയിലേക്ക് ചേക്കേറി. ഇനിയും ബി.ജെ.പിയുമായി സൗഹൃദം സ്ഥാപിക്കാൻ നമ്മൾ മടിച്ചു നിന്നാൽ നാളെ അവർ നമ്മെ പുറത്തു നിർത്തും. അതിലും നല്ലത് നമുക്കകത്ത് കടക്കുകയല്ലേ. മാത്രമല്ല, എത്ര കാലം നമ്മൾ അധികാര സീമകൾക്ക് പുറത്ത് ജീവിക്കും? ലേഖനത്തിൽ ചോദിക്കുന്നു. അതേസമയം ബി.ജെ.പി വർഗീയ പാർട്ടിയാണെന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കോൺഗ്രസും ഇടതുപക്ഷവും തികഞ്ഞ വർഗീയ പ്രീണനമാണ് നടത്തുന്നത്. ഇത് നമ്മുടെ മുമ്പിൽ തന്നെ സ്പഷ്ടമായി നിലനിൽക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ബി.ജെ.പിയെ ഒരു വർഗീയ പാർട്ടി എന്ന് വിളിക്കാൻ ആർക്കും അവകാശവുമില്ല. ലേഖനം തുറന്നു പറയുന്നു. UDF LDF സഖ്യങ്ങൾ സർക്കുലറാണെന്ന് ആർക്കെങ്കിലും പറയാനാകുമോ? രണ്ടും വർഗീയ പ്രീണനമാണ് തുടരുന്നത്. വർഗീയതയാണ് രണ്ട് പാർട്ടിയുടെയും അന്തരാത്മാവ്. UDF മുസ്ലിം ലീഗിന് അടിയറവ് പറഞ്ഞിരിക്കുകയാണെന്ന് ആരോപണമുണ്ട്. ഇടതുപക്ഷവും ഇക്കാര്യത്തിൽ മോശമല്ല. മുസ്ലിം ലീഗിനെ പ്രലോഭിപ്പിച്ച തങ്ങളുടെ ക്യാമ്പിലെത്തിക്കാനുള്ള തത്രപ്പാടിലാണ് അവർ. ഇവർ തന്നെയാണ് ബി.ജെ.പിയെ വർഗീയ പാർട്ടി എന്ന് വിളിക്കുന്നത്. എത്ര പരിഹാസ്യമാണ്! കൂടാതെ രാജ്യത്ത് ബി.ജെ.പി നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാനാകില്ല. ഇന്ത്യ ഇന്ന് ലോക നേതൃത്വ നിരയിലാണെന്നും ആരൊക്കെയോ ചേർന്ന് ഇന്ത്യയെ നിയന്ത്രിക്കുന്ന അവസ്ഥയിൽ നിന്നും ഇന്ത്യ ലോകരാജ്യങ്ങളെ സ്വാധീനിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയെന്നും ഫാദർ സേവ്യർ കുടിയാംശേരി കൂട്ടിച്ചേർത്തു. ബി.ജെ.പി കരുത്തോടെ ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നു. അവർ നേതൃത്വം കൊടുക്കുന്ന വികസന പ്രവർത്തനങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാനാകില്ല. വിദേശ നയം ശ്ലാഘനീയമാണ്. മോദിക്ക് വിദേശത്തുള്ള സ്വീകാര്യത ചെറുതൊന്നുമല്ല. അഴിമതിയില്ലാത്തത് കൊണ്ടാണ് ഇതൊക്കെ സാധ്യമായത് എന്ന് നിസ്തർക്കമാണ്. ഒരു കാലത്ത് ഇന്ത്യയെ ആരൊക്കെയോ നയിച്ചിരുന്നു. ഇന്ന് പക്ഷേ നമ്മളെ മാത്രമല്ല നയിക്കുന്നത്. നമ്മളിന്ന് ലോകത്തിന്റെ നേതൃനിരയിലാണ്. ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ളത് ഇന്ത്യയിലാണ്. ശാസ്ത്രം സാങ്കേതിക രംഗത്ത് നമ്മൾ ലോകരാഷ്ട്രങ്ങളുടെ മുൻനിരയിൽ തന്നെയാണ്. സൈനിക ശേഷിയിൽ നമ്മൾ ഒട്ടും പിന്നിലല്ല. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ നമുക്ക് സ്ഥാനമുണ്ട്. ലോകം ഇനി എങ്ങനെ പോകണമെന്ന് പറയാൻ നമുക്ക് സാധിക്കും. നമ്മുടെ വിദേശകാര്യ നയം സാമാന്യം നല്ലതു തന്നെ. നമുക്കിനി പിന്നോട്ട് പോകാനാകില്ല. ലോക നേതൃത്വം കൂടി ഏറ്റെടുക്കാൻ കഴിയുന്ന പാർട്ടിയും നേതാക്കളും നമുക്കുണ്ടാകണം. ഇന്ത്യക്ക് പ്രാമുഖ്യമുള്ള പുതിയ ലോകക്രമം സൃഷ്ടിക്കാൻ നമുക്ക് കഴിയും. അതിനൊക്കെ കരുത്തുള്ളവരാകണം നാം. അത് മനസ്സിലാക്കി വേണം ആസന്നമായ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ. ചുരുക്കത്തിൽ, ഇടതിനും വലതിനും വോട്ട് ചെയ്തിട്ട് ഒരു കാര്യവുമില്ലെന്നും അഴിമതിയില്ലാത്ത ലോകരാജ്യങ്ങൾക്കിടയിലേക്ക് ഇന്ത്യക്ക് വ്യക്തമായ സ്ഥാനമുണ്ടാക്കി തന്ന ശക്തമായ വിദേശ നയമുള്ള നരേന്ദ്രമോദി നയിക്കുന്ന ബി.ജെ.പിക്ക് തന്നെ വോട്ട് ചെയ്യണമെന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് ലേഖനം അവസാനിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.